അടിപൊളി പടം, സൂപ്പർ. ഞാൻ ഇതുവരെ കണ്ടുവെച്ച് ഏറ്റവും നല്ല പടം. രണ്ടും പൊന്നു മാറ്റം. അത് ഒരു ലെവൽ എനർജി എന്ന് പറഞ്ഞാൽ അതാ എനർജി. ഒരു ആന കരുമ്പക്കാട്ടി കയറി പോലെ എന്താ സ്ക്രീൻ പ്രസൻസ് അറിയാം. നിങ്ങൾ സ്ക്രീനിങ്ങനെ നിറഞ്ഞിരിക്കുക, വലിയ ആന കുറഞ്ഞിരിക്കുക. ചുഴറ്റിയടിക്കും ടർബോ, ഇടിച്ച് തെറിപ്പിക്കും ടർബോ. ഇടിപ്പടമാണ്, പിള്ളേർക്കൊക്കെ എല്ലാവർക്കും കാണാൻ നല്ല ആക്ഷൻ മൂവിയാണ്. നല്ല പവറുള്ള അതെ ഇടി എന്ന് തന്നെ പറയാം. ആർട്ടിക്സിന്റെ ലെവലല്ല, അതിനേക്കാളും മീത കയറിയുണ്ട്. അടിപൊളി അടിപൊളി, എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. മമ്മൂക്ക ഇത്രയും ഏജിൽ ഇങ്ങനെ പവർഫുൾ ആയിട്ടല്ലേ നമിച്ചു പോയി. മമ്മൂക്ക നമിച്ചു. வெரி தேங்க்ஸ் பண்ணிக்கிறேன் இந்த டீமுக்கு, என்டையர் டீமுக்கு ரொம்ப ரொம்ப நன்றி. Crazy movie from beginning to end, like mad hype. It is crazy. சொல்றதுக்கு வார்த்தையிலே இல்லை. ஏன்னா சாரோட அசிஸ்டண்டா ஒர்க் பண்ணும்போது நிறைய மூவிகள் ஒர்க் பண்ணியிருக்கேன். ஃபர்ஸ்ட் டைம் ஃபைட் மாஸ்டர் சார் படம் பண்றது எனக்கு நம்பிக்கையே இல்லை. சார் படம் இப்படியெல்லாம் பண்ணுவோமா அப்படின்னு சொல்லி வெரி தேங்க்ஸ் பண்ணிக்கிறேன் இந்த டீமுக்கு, என்டையர் டீமுக்கு ரொம்ப ரொம்ப நன்றி. മമ്മൂക്ക ഇത്രയും ഏജിൽ ഇങ്ങനെ പവർഫുൾ ആയിട്ടല്ലേ നമിച്ചു പോയി. മമ്മൂക്ക നമിച്ചു. അടിപൊളി അടിപൊളി, എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. മമ്മൂട്ടി വെറുതെ ആർമാച്ചൊക്കെ നടത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴൊന്നും ഈ മാസ് ഒരു സാധാ ഒരു മൂവി എന്നാണ് വിചാരിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വേറെ ലെവലായി പടം, വേറെ ലെവലായി. അത് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയ്യോ, അതിനെക്കാട്ടി ഹെവിയാണിത്. അപ്പൊ കാലം മാറിയപ്പോലെ ഒരു വെച്ചാൽ ആ ടൈമിനുള്ളത് ഇപ്പൊ വർഷങ്ങളോളായി. ഇപ്പൊ വേറെ ലേറ്റസ്റ്റ് ആയി. അടി പൂരം അതന്നെ. ഞാൻ കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം, ആ ഫൈറ്റ് കണ്ടിട്ട് തന്നെ എനർജറ്റിക് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് 72 വയസ്സിൽ. എനർജി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റാൻ എനിക്ക് തോന്നുന്നു. നമ്മൾ ചെറുപ്പക്കാർ നമുക്കൊന്നും ചെയ്യാൻ പറ്റാൻ എനിക്ക് തോന്നുന്നു. ഇടി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ആലോചിച്ചു, ഒറ്റ മനസ്സ് കയറി വന്ന് പറ്റത്തില്ല. 72 വയസ്സിൽ ഇത്ര എനർജി ആയിട്ട് ഇടി രണ്ടും പൊന്നു മാറ്റം. അത് ഒരു ലെവൽ എനർജി എന്ന് പറഞ്ഞാൽ അതാ എനർജി. ഞാൻ ആലോചിക്കും, ഇതെന്ത് ചെറുപ്പക്കാർ നമ്മുടെ യൂത്തന്മാർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല. ഒരു ആന കരുമ്പക്കാട്ടി കയറി പോലെ ഒരു പ്രാന്തം വരെ തുറന്നു വിടുന്നില്ലേ, ആ അവസ്ഥയാണ്. തുറന്നു വിട്ട വേറെ ലെവലാ പുള്ളി. 100 വരെ പുല്ല് കൊണ്ട് എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കയറി വന്നിടല്ലോ ആ വെച്ചേക്കോ. ആ ഒരവസ്ഥ ഇവിടെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു പരിപാടി. പിന്നെ ഒരു കാർ ചേസിംഗ് ഉണ്ട്. എന്റെ പൊന്നെ, ഇതുവരെ കണ്ടില്ല വളരെ. കാർ ഇങ്ങനെ കറക്കി എടുത്തിട്ട് പോകുന്ന ഒരു പാർക്കിംഗ് ഒരു പരിപാടിയുണ്ട്. കണ്ടവർക്കറിയാം, കറക്കി എടുത്തൊരു പാർക്കിംഗ് ഒരു പരിപാടി. എന്റെ നമ്മൾ കൈ അടിച്ചു. മമ്മൂക്ക ഫാൻസ് അല്ലാത്തൊരു കൈ അടിച്ചു. പിന്നെ ഫാൻസ് പിന്നെ പറയേണ്ട കാര്യമില്ല. BGM ഒക്കെ ഒരു രക്ഷയില്ല. പുള്ളിയുടെ സ്വാഗ് അല്ലേ, സ്വാഗ് ഒരു രക്ഷയില്ല. എന്താ സ്ക്രീൻ പ്രസൻസ് അറിയാം. നിങ്ങൾ സ്ക്രീനിങ്ങനെ നിറഞ്ഞിരിക്കുക, വലിയ ആന കുറഞ്ഞിരിക്കുക. പ്രേക്ഷകരോട് ഇരുന്ന് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ബിക്കോസ് അവരുടെ റെസ്പോൺസ് ആണല്ലോ നമ്മുടെ ഒരു സന്തോഷം. അപ്പൊ എല്ലാവരും ഈ ഓരോ സീൻസിന്റെ ഇടയ്ക്ക് ഓരോ കൗണ്ടറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല പവറുള്ള അതെ ഇടി എന്ന് തന്നെ പറയാം. നല്ല ഓരോ ഇടിയും നല്ല പെർഫെക്റ്റ് സൂപ്പർ ആയിരുന്നു. ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. ഏറെക്കുറെ എനിക്ക് തന്നെയായിരുന്നു. ബിക്കോസ് അത്രയും പവർഫുൾ ആയിരുന്നു. ടർബോ ജോസിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ മതി. മമ്മൂക്കനെ അദ്ദേഹത്തിന്റെ ഏജ് കൊണ്ടെന്നൊക്കെ അളന്ന് ആരും പറയണ്ട. ടർബോ ജോസ് എന്ന കഥാപാത്രത്തെ മമ്മൂക്ക ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ശരീര ഭാഷാഘടന കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. RDX അത് പള്ളിപ്പെരുന്നാളിന് ഇടി അത് കാണുമ്പോ RDX വന്നില്ലെങ്കിലും അതിന് മീലെ പോയിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ എന്തിട്ട് മറ്റേ ഈ സാധനം താറ് വെച്ച് ഒരു ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യണ ഒരു സംഭവമുണ്ട്. അതൊക്കെ കാണുമ്പോൾ രോമാഞ്ചം കയറിയിട്ടുണ്ട്. ആ RDXന്റെ ലെവലല്ല, അതിനേക്കാളും മീത കയറിയിട്ടുണ്ട്. ഔട്ട് ഓഫ് 5 ഞാൻ 4 കൊടുക്കും. അല്ല 4 അല്ല 5 തന്നെ കൊടുക്കും. അടിപൊളി പടമാണ്. മമ്മൂട്ടിയൊക്കെ തകർത്ത് ഇടിപ്പടമാണ്, പിള്ളേർക്കൊക്കെ എല്ലാവർക്കും കാണാൻ നല്ല ആക്ഷൻ മൂവിയാണ്. ഇമോഷണൽ ഉണ്ട്, കോമഡിയാണ്. എല്ലാവർക്കും വന്ന് കാണാം. പടം പറയാൻ ഒന്നുമില്ല. മമ്മൂട്ടിയുടെ 1 മാൻ ഷോ ആക്ഷൻ പാക്ക് മൂവിയാണ്. പിന്നെ ആക്ഷൻ മാത്രമല്ല, പിന്നെ ഫസ്റ്റ് ഹാഫ് ക്ലാസ്, സെക്കൻഡ് ഹാഫ് മാസമാണ്. പിന്നെ പറയുന്നത് ഡയറക്ഷൻ, BGM, പിന്നെ ക്ലൈമാക്സിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മമ്മൂട്ടിയുടെ ഫ്ലെക്സിബിലിറ്റി, അത് ഈ പ്രായത്തിൽ ആളുടെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളിയാണ്. അടിപൊളി പടം, സൂപ്പർ. ഞാൻ ഇതുവരെ കണ്ടുവെച്ച് ഏറ്റവും നല്ല പടം. ഇത്ര നല്ല പടം വേറെ മലയാളത്തില് എല്ലാവരും കണ്ടാലും രക്ഷയില്ലാത്തോടാ. രക്ഷയില്ല പടം. നീ കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? പൈസ എത്രയുണ്ട്? നിനക്കല്ല, നിങ്ങൾക്ക് 73 1951 സെപ്റ്റംബർ 7 അല്ല 73. നീ പള്ളിപ്പെരുന്നാളിന് ഇടി ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? മോലയുടെ 56 73. വൈശാഖ സംവിധാനം ചെയ്ത മമ്മൂക്ക അഭിനയിച്ച ടർബോ സിനിമ സൂപ്പർ സിനിമയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ടർബോ ജോസ് എന്ന് പറയാം, ജോസായിട്ട് അവതരിപ്പിച്ച ടർബോ സിനിമ മമ്മൂക്കയുടെ അഭിനയം ഭയങ്കരപ്പെട്ട അഭിനയം എന്ന് പറയാം. അതുപോലെ ലൊക്കേഷൻ ഏരിയ, അതുപോലെ മ്യൂസിക്, അതിൽ രാബ്ജി ഷെട്ടിന്റെ അഭിനയമെല്ലാം നല്ലതാണ്. ഇടിക്കിടിയുണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് എന്റർടൈൻമെന്റ് ഉള്ള സിനിമയാണ് ടർബോ സിനിമ. എല്ലാവരും കാണേണ്ട സിനിമയാണ് ടർബോ. പടം എന്ന് വെച്ചാൽ ഒരു 1.5 പടം. ഈ കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി.
വെരി വെരി രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയാം. കറക്കിയടിക്കും ടർബോ, ചുഴറ്റിയടിക്കും ടർബോ, പിന്നെ ഇടിച്ച് തെറിപ്പിക്കും ടർബോ. അതാണ് ടർബോ. തുടക്കം മുതൽ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ. സംഭവം അത് തന്നെ, പുള്ളിക്കാരൻ പറഞ്ഞ സംഭവം ഒരു സംശയമില്ല. അതാണ് ടർബോ. അമ്മാതിരി സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. വേറെ ലെവൽ സാധനം. ഈ കിംബോയി ഇഷ്ടമായി. പറന്നടിക്കും കിംബോയി, ചുഴറ്റിയടിക്കും കിംബോയി, തൂക്കിയടിക്കും കിംബോയി. അതേ മാസ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ ലെവൽ സാധനം. വേറെ ലെവൽ സാധനം ഒന്നും പറയാനില്ല. ഒരു ഇടി എന്ന് പറഞ്ഞ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് ഇങ്ങനെ ഒരു അതൊക്കെ ഒന്നും പറയില്ല. അതാണ് ടർബോജോസ്. ഒരു രക്ഷയില്ല, അടിപൊളി പടം. എനിക്ക് ക്ലൈമാക്സ് ഇഷ്ടമായി. ക്ലൈമാക്സിൽ ആ ഒരു മ്യൂസിക്കും കൂടി വന്നപ്പോ പടം വേറെ ലെവലായി. ആളുണ്ട് അതിനുള്ളത്, വില്ലനാണെന്ന് പറയാനുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. മമ്മൂക്ക എന്താ പറയാ, ഏജ് ജസ്റ്റ് നമ്പർ എന്നത് മമ്മൂക്ക വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പൊടിപൂരം ലോഡിംഗ് തന്നെ പറയാം. ഈ ക്യാരക്ടറിനെ ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ തൊട്ട് ഒറ്റ സ്പേസിലാണ് കഥ പറഞ്ഞു പോകണം, ഒറ്റ കോസ്റ്റ്യൂമാണ് കഥയ്ക്ക് പോകുന്നത്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓഡിയൻസിൽ നിൽക്കണം. പിന്നെ മമ്മൂക്ക ഒരു മുണ്ടെടുത്തൊക്കെ വരുമ്പോൾ കിട്ടുന്ന മാസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പടത്തിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ക്രേസി മൂവി ഫ്രം ബിഗിനിങ് ടു എൻഡ്, ലൈക് മാഡ് ഹൈപ്പ്. ഇറ്റ് ഇസ് ക്രേസി. ലൈക്ക് മമ്മൂട്ടിന്റെ ലൈക്ക് ആ ഫൈറ്റ് സീനും, പിന്നെ 73 years old ആണെന്ന് പറയില്ല. പിന്നെ ക്രിസ്റ്റോ സേവിയുടെ BGM, ലൈക്ക് ഓരോ സീൻ ഇടുമ്പോൾ ആ BGM ചേഞ്ച് ചെയ്യുമ്പോൾ ആ കാർ ചേസും എല്ലാത്തിന്റെ BGM ലൈക്ക് ഫുൾ ഗൂസ് ബംസ്, ഭയങ്കര രോമാഞ്ചാണ്.